KSEB ഇലക്ട്രിസിറ്റി വർക്കർ പരീക്ഷയ്ക്ക് ഇനി വെറും 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. എന്ത് പഠിക്കണം, എപ്പോൾ പഠിക്കണം, എത്ര MCQ ചെയ്യണം, എപ്പോൾ റിവിഷൻ നടത്തണം എന്നൊന്നും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ ഡീറ്റെയിൽഡ് 120 ഡേയ്സ് ഡേ വൈസ് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ സിലബസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, റിവിഷൻ യഥാസമയത്ത് നിങ്ങൾ റിവൈസ് ചെയ്യുക, പോർഷൻസ്, എക്സാംസ് മാക്സിമം MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മോക്ക് എക്സാംസ് മാക്സിമം എഴുതുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ ഒരു ജോലിയിൽ കയറി പറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് നമ്മളുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കറിൽ കോമ്പറ്റീഷൻ എത്രയാണെന്നും എത്ര പേര് ഓരോ ജില്ലയിലും അപേക്ഷിച്ചിട്ടുണ്ടെന്നും അല്ലെ? അപ്പൊ അതിൽ കോമ്പറ്റീഷൻ പെർ സീറ്റ് എത്രയാണെന്നും അല്ലെ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതിൽ തന്നെ കൃത്യമായിട്ട് ഒരു ക്ലൂ ഉണ്ട്. നമ്മളുടെ എക്സാം സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം, ഒരു നവംബറിലെങ്കിലും നമുക്ക് അവിടെ എന്തായാലും എക്സാം വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനി തൊട്ടെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. സിസ്റ്റമാറ്റിക് ആയിട്ട്. നിങ്ങൾക്കറിയാം IT ആണ് ക്വാളിഫിക്കേഷൻ. IT ലെവല് ഇഷ്ടംപോലെ എക്സാംസ് അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ സിലബസ് കോമൺ സിലബസ് ആണ്. അപ്പൊ ഇതെങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സിലബസ് ഡിസ്കഷൻ വീഡിയോ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു സിലബസ് ഡിസ്കഷൻ വീഡിയോ കാണുക. സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. സിലബസ് നിങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങൾ ആ ഒരു സിലബസ് ഇപ്പം PWD ലൈൻമാന്റെ സിലബസ് തന്നെയാണ് IT ലെവലിലെ കോമൺ ആണ്. അത് നിങ്ങൾ എന്ത് 2 കോപ്പി പ്രിന്റ് ഔട്ട് എടുക്കുക. ഒരു കോപ്പി നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് വാളിൽ പേസ്റ്റ് ചെയ്യുക. രണ്ടാമത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പൊ നിങ്ങൾ പഠിച്ച് തീരുന്ന മറക്കന്റെ അത് ഓരോന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. അതാണ് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഓരോന്നും നിങ്ങൾ പഠിക്കുമ്പോഴെന്താ കൃത്യമായിട്ട് അതുമായി റിലേറ്റ് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ നോക്കുക. നിങ്ങൾ അതിൽ PYQ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി, നമ്മൾക്കത് സെറ്റ് ആക്കി തരാം. ഓക്കെ. അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഒന്നാമത് നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. സിലബസ് പഠിക്കുക ഫസ്റ്റ്. പിന്നെ എന്താ പ്രിന്റ് ഔട്ട് എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റിട്ടൺ ആയിട്ട് നിങ്ങൾ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്താലും മതി. 2 കോപ്പി ആയിട്ട് നിങ്ങൾ എഴുതുമ്പോഴെന്താ അത് എഴുതി പഠിക്കുന്നുണ്ടാവും അല്ലെ? അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ എഴുതി പഠിക്കുക. അപ്പൊ നമുക്കിനി നമ്മളുടെ സ്റ്റഡി പ്ലാനിലേക്ക് വരാം. നിങ്ങൾക്ക് ഒരു 120 ഡേയ്സ്, 4 മാസം ഉണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ 100 ദിവസമായിരിക്കും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് സബ്ജക്ട് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. 20 ദിവസം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് റിവിഷൻ ആണ്. അതിന്റെ ഇടക്കൊക്കെ റിവിഷൻ ഉണ്ട്. പക്ഷെ ഈ ഒരു 20 ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ ഫുൾ ലെങ്ത് എക്സാംസ്, ഫുൾ ലെങ്ത് മോക്ക് എക്സാംസ്, ഫുൾ ലെങ്ത് റിവിഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ലാസ്റ്റ് 20 ദിവസം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. 100 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ സിലബസ് കംപ്ലീറ്റ് ആക്കും. 20 ദിവസം എന്ത് ചെയ്യാം, റിവിഷനും കാര്യങ്ങൾക്കും. അതായത് കംപ്ലീറ്റ് റിവിഷനും ഫുൾ ലെങ്ത് മോക്ക് എക്സാംസും. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് എക്സാംസ് എഴുതുക. എക്സാംസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ എക്സാംസ് എഴുതണം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യണം. നിങ്ങൾ വെറും പക്ക തിയറി മാത്രം പഠിച്ചു പോകരുത്. നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതല്ലാതെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഒക്കെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങൾ എക്സാംസ് അവിടെ അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ ഈ ഒരു 100 ദിവസത്തിൽ നമ്മളവിടെ മൺഡേ ടു സാറ്റർഡേ, തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഐ മീൻ കൺസെപ്റ്റ് ലേണിംഗ്. അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മൺഡേ ടു സാറ്റർഡേയും സൺഡേ നിങ്ങൾക്ക് എന്താ റിവിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻസ് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്തെടുക്കാനും, അതേപോലെ എക്സാംസ് ഒക്കെ എഴുതാനും. പിന്നെ എറർ അനാലിസിസ്, അതായത് നിങ്ങൾ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ എറേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഒരു എറേഴ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ എക്സാംസ് എഴുതും. അപ്പൊ ഓരോ എക്സാംസ് എഴുതുമ്പോഴൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരാം. അപ്പൊ മിസ്റ്റേക്സ് എന്ത് ചെയ്യാം,
ഒരു നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതണം. കാരണം വെച്ചാൽ മിസ്റ്റേക്സ് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെന്താ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ. അപ്പോ ആ ഒരു രീതിയിലാണ്. പിന്നെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ അതാ ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മളെ ഡെയിലി 1 to 2 hour കൺസെപ്റ്റ് പഠിക്കാനും 30 minutes അതിന്റെ ഷോർട്ട് നോട്ട്സും അതേപോലെ ഫോർമുലാസ് നിങ്ങൾ സ്വന്തം ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിട്ട് സ്വന്തം കൈപ്പടയിൽ നോട്ട്സ് എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഒരു അരമണിക്കൂർ MCQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കുക, അതേപോലെ എക്സാംസ് എഴുതുക. പിന്നെ 10 മിനിറ്റ് എറർ നോട്ട് ബുക്ക്, അതായത് എക്സാംസ് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീ നോക്കുക. അപ്പൊ അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്കത് എന്താ പറയണ്ടേ, എക്സാമിന്റെ സമയത്ത് നിങ്ങളത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ സെറ്റ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഞായറാഴ്ച ദിവസം നമ്മൾ പറഞ്ഞല്ലോ, പുതിയതായിട്ടുള്ള ടോപ്പിക് ഒന്നും ഞായറാഴ്ച പഠിക്കില്ല. ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം, എക്സാംസ് എഴുതണം, എന്തൊക്കെയാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ എന്നെല്ലാവരും നമ്മൾ അനലൈസ് ചെയ്യണം. ലാസ്റ്റ് 20 ദിവസം നമ്മൾ എന്ത് ചെയ്യാം, പുതിയ ടോപ്പിക്കുകളൊന്നും പഠിക്കുന്നൊന്നും ഉണ്ടാവില്ല, ഇതുവരെ എല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നോക്കും, അത് PYQs ഒക്കെ കൂടുതൽ ഫുൾ റിവിഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സിലബസ് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. 10 മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് വെച്ചിട്ട്. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ. അതായത് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും എന്തെയാ, ഒന്നുകിൽ എന്താ പറയണ്ടേ, നമ്മൾ എപ്പോഴും എന്താ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ. ബേസിക് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് തന്നെ നിങ്ങൾ തുടങ്ങണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എന്താണ് ആറ്റം, ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ്, അതേപോലെ ഉള്ള കാര്യങ്ങൾ, അതേപോലെ വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, പവർ എന്താണ്, അങ്ങനെയുള്ള കാര്യം, കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, സെമി കണ്ടക്ടർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഓംസ് ലോ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1-2 മൊഡ്യൂൾ നിങ്ങൾക്ക് ക്ലബ് ആയിട്ടായിരിക്കും പഠിക്കേണ്ടി വരിക. ഒന്നുകിൽ അങ്ങനെ വെച്ചാൽ അങ്ങനെ പഠിക്കാം. പിന്നെ ഓംസ് ലോ എന്താണ്, കിർച്ചോഫ് ലോസ്, KCL KVL എന്താണ്, ഓക്കെ. പിന്നെ മെഷീൻ ആൻസ് നോട്ടൽ ആണെങ്കിൽ പഠിക്കാം. പിന്നെ ലോസ് ഓഫ് റെസിസ്റ്റൻസ്, അതേപോലെ റെസിസ്റ്റൻസിന്റെ ടെമ്പറേച്ചറിന്റെ എഫക്ട് കാര്യങ്ങൾ, സെൽസ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറന്റ്, പിന്നെ മാഗ്നറ്റിസം, അല്ലെങ്കിൽ മാഗ്നറ്റിസം പിന്നെ ആൾട്ടർനേറ്റിംഗ് കറന്റ്. കാരണം വെച്ചാൽ നിങ്ങൾ മാഗ്നറ്റിസം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മെഷീൻസിലേക്ക് പോയിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. മാഗ്നറ്റിസം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ മെഷീൻസിലേക്ക് പോയിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. അതേപോലെ ഇപ്പം ആൾട്ടർനേറ്റിംഗ് കറന്റ്, കാരണം വെച്ചാൽ RMS വാല്യൂ എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്, ഫോം ഫാക്ടർ എന്താണ്, അതൊക്കെ നമുക്ക് അവിടെ എന്താ മെഷീൻസ് നമുക്ക് അവിടെ ആവശ്യമുണ്ടാവും. പിന്നെ എന്താ പവർ സിസ്റ്റത്തിൽ നമുക്ക് അവിടെ ആവശ്യമുണ്ടാവും. അപ്പൊ നേരെ എന്താ പവർ സിസ്റ്റത്തിലേക്ക്, ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ പവർ സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിലാണ് ആയിരിക്കണം പഠിക്കാൻ വേണ്ടി. അല്ലാതെ നിങ്ങൾക്ക് മെഷീൻസ് വെച്ച് നിങ്ങൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം വെച്ചാൽ മെഷീൻസ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ അവിടെ ഡിഫിക്കൽട്ടി തോന്നാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഫണ്ടമെന്റൽസ്, ഓംസ് ലോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, സോറി മാഗ്നറ്റിസം വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പോവുക. എന്നിട്ട് എന്താ ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് വരാം. അല്ലാതെ ഫസ്റ്റിന്റെ മെഷീൻസ് അല്ലെങ്കിൽ ഫസ്റ്റിന്റെ പവർ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്ക് അതൊരു ബേർഡൻ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾ ഇതിപ്പം ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തതാണ്. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ ബാക്കിയുള്ളവരുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഒരിക്കലും എന്താ പറയണ്ടേ, നോക്കണമെന്നോ നോക്കണ്ടെന്നൊന്നും പറയില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തത് ബെറ്റർ ആയിട്ടുണ്ടാവും. അല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെയുള്ള സ്റ്റഡി പ്ലാൻ എന്താ നമുക്ക് ചെയ്യാം. അപ്പൊ ചെയ്യുമ്പം ഈ ഒരു PDF ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കി തരാം. ഓക്കെ. നമുക്ക് അവിടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഓരോ മൊഡ്യൂളിലും 10 ദിവസങ്ങളും കിട്ടുന്ന രീതിയിലായിരിക്കും സെറ്റ് ആക്കിയിട്ടുണ്ടാവാം. ഏറ്റവും ആദ്യം നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന മൊഡ്യൂൾ, ഒന്നാമത്തെ മൊഡ്യൂൾ തന്നെയാണ്. അതിൽ ഏറ്റവും ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഒന്നാമത്തെ ദിവസം നമ്മൾ കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, പവർ എന്താണ്, എനർജി എന്താണ്, അതിന്റെ യൂണിറ്റ്സ് കാര്യങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്ത സിമ്പിൾ ഇക്വേഷൻസ് കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കും ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നുണ്ടാവുക. രണ്ടാമത്തെ അതിന്റെ ബേസ്, സർക്യൂട്ട്സിന്റെ ബേസിക് സിമ്പിൾസ്, കുറെ സിമ്പിൾസ് ഉണ്ട്. പിന്നെ എലമെന്റ്സ് എന്താണ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റോമിക് സ്ട്രക്ചറും, പിന്നെ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്സും കാര്യങ്ങളും,
എന്താണ് ഓപ്പൺ സർക്യൂട്ട്, എന്താണ് ക്ലോസ് സർക്യൂട്ട്, എന്താണ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ വോൾട്ടേജ് എന്താണ്, അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിന്റെ കൂടെ എന്താ പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി എന്താണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് അവിടെ കണ്ടക്ടേഴ്സ് എന്താണ്, സെമി കണ്ടക്ടേഴ്സ് എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്താണ്, അതൊക്കെ നിങ്ങൾ ടേബിൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, കമ്പാരിസൺ ടേബിൾ ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ കണ്ടക്ടിവിറ്റി എന്താണ്, അതേപോലെ അതിന്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്, അതെന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ വയേഴ്സ് ആൻഡ് കേബിൾസ്, അതെന്താ നിങ്ങൾക്ക് എത്ര ടൈപ്സ് ഉണ്ട്, അതിന്റെ സൈസസിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താ ആ ഒരു വീക്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താ ഏഴാമത്തെ ദിവസം വീക്കിലി റിവിഷൻ ആണ്. ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞല്ലോ 25 ക്വസ്റ്റ്യൻസ് MCQs നിങ്ങൾ മിനിമം നോക്കണം. പിന്നെ ഫോർമുല നോട്ട്സ് നിങ്ങൾ റിവൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ബെറ്റർ. എനിക്ക് തോന്നുന്നു എന്താ പറയുക, നമ്മൾ ആ ഒരു ഏറ്റവും അവസാന ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ MCQs അതുവരെയുള്ള പഠിച്ച MCQs ഒക്കെ ആകുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നിങ്ങൾക്ക് അവിടെ കൂട്ടാം. പിന്നെ എട്ടാമത്തെ ദിവസം എന്താ സബ്ജക്ട് വൈസ് എക്സാംസ്, അതായത് ആ ഒന്നാമത്തെ മൊഡ്യൂൾ നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോഴെന്താ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ ഫുൾ മൊഡ്യൂളിന്റെ എക്സാംസ് 100 MCQസും, പിന്നെ ആ ഒരു മിസ്റ്റേക്സ് നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾ കൃത്യമായിട്ട് എന്താ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ദിവസം, സോറി, ഒൻപതാമത്തെ ദിവസം എന്താ നിങ്ങൾ മിസ്റ്റേക്സ് നിങ്ങൾ മാർക്ക് ചെയ്തു. അതേപോലെ ഒന്നാമത്തെ മൊഡ്യൂൾ നിങ്ങൾ ഒന്നും കൂടി എന്താ റിവ്യൂ ചെയ്യാം, എന്തൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയേക്കുന്നത്. അപ്പൊ അതിൽ കറക്റ്റ് എന്താ പറയുക വീക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യാം. അതിന്റെ കൂടെ എന്താ ഹോംസ് ലോ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ മൊഡ്യൂളാണ് ഹോംസ് ലോ. ഹോംസ് ലോ എന്താ നമ്മളോട് സ്റ്റാർട്ട് ചെയ്യാം. ഹോംസ് ലോന്റെ കാൽക്കുലേഷൻസ്, അതുമായി സിമ്പിൾ പ്രോബ്ലംസ്, ഓക്കെ, ബൾബിന്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതായത് സീരീസ് പാരലൽ സർക്യൂട്ട്, അതായത് ഇക്വലന്റ് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് വോൾട്ടേജ് ഡിവിഷൻ റൂളിലൊക്കെ ബേസ് ചെയ്തിട്ട്, പിന്നെ KCL KVL മെഷീൻ ഓർഡറും ആണെങ്കിൽ പഠിക്കാം. അത് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറില്ല. പിന്നെ ഓംസ് ലോ തന്നെ വീണ്ടും അതേപോലെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, പിന്നെ കെമിക്കൽ എഫക്ട് ഓഫ് കറന്റ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, RS = അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ സെൽസ് കാര്യങ്ങൾ, പിന്നെ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, സെൽ മെയിൻ്റെനൻസ്, ബക്ലിംഗ് എന്താണ്, സെഡിമെന്റേഷൻ എന്താണ്. അപ്പൊ അതൊക്കെ ആകുമ്പോഴത്തേന് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ഇതായിട്ടുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം എക്സാംസ് എഴുതുക, റിവൈസ് ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളോട് ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ 23-ാമത്തെ ദിവസം തൊട്ട് മാഗ്നറ്റിക്സ് തൊട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പൊ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണ്, അതിന്റെയൊക്കെ സൈഡ് വാല്യൂ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അതിനൊക്കെ എക്സാമ്പിൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു കമ്പാരിസൺ നോട്ട്സ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആ 3 ടേബിൾ ആയിട്ട് ഡയ, പാര, ഫെറോ, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ബിസ്മത്ത് എന്തിന്റെ എക്സാമ്പിൾ ആണ്, അതുപോലെ സൈഡ് വാല്യൂനൊക്കെ ബേസ് ചെയ്യുള്ള ആ ഒരു കമ്പാരിസൺ ടേബിൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് എന്താ ചെയ്യാം. പിന്നെ ഫ്ലെമിങ്സ് റൂളിനെ ബേസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഫിംഗർ എന്തിനാണ്, തമ്പ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മൂന്നാമത്തെ മൊഡ്യൂൾ കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ മൊഡ്യൂൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്താ നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. മൂന്നാമത്തെ മൊഡ്യൂൾ രണ്ടാമത്തെ മൊഡ്യൂൾ എന്താ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. അതിന്റെ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ മൊഡ്യൂളിന്റെ കംപ്ലീറ്റ് ആയിട്ട് എക്സാം, പിന്നെ മിക്സഡ് ടെസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒന്നാമത്തെ മൊഡ്യൂൾ തൊട്ട് മൂന്നാമത്തെ മൊഡ്യൂൾ വരെയുള്ള എന്താ മിക്സഡ് എക്സാംസ് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഫേസിലേക്ക് വന്നു. അടുത്ത മൊഡ്യൂളാണ് AC-യും എർത്തിങ്, AC ഫണ്ടമെന്റൽസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ടേംസ് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു PDF ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ അതിൽ എന്താ കൃത്യമായിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ ഈ ഒരു PDF അല്ലാതെ എന്താ പറയണ്ടേ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവും. പിന്നെ വീക്ക്ലി ടാർഗറ്റ്സ്, ഓരോ ആഴ്ചയും നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം മോക്ക് സ്കോർ ട്രാക്കർ, ഫസ്റ്റ് മോക്ക് എക്സാംസ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതിൽ സ്ട്രോങ് മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, വീക്ക് മൊഡ്യൂൾ ഏതാണ്, അതേപോലെ കറക്ഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് നമ്മൾ ചെയ്യാം. പിന്നെ എക്സാം സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് മെയിൻറ്റെയിൻ ആൻ എറർ നോട്ട് ബുക്ക് ഫ്രം ഡേ 1. അതായത് ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ എന്താ നമ്മളൊരു എറർ നോട്ട് ബുക്ക്
ചെയ്യുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും മിസ്റ്റേക്സ് വരും. അപ്പൊ മിസ്റ്റേക്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതുക, എന്താണ് പറ്റിയ മിസ്റ്റേക്ക് എന്നും അതേപോലെ എന്തുകൊണ്ടാണ് പറ്റിയ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണെന്നും പിന്നെ അതില് ശരിയായിട്ടുള്ള കാര്യങ്ങളും, ഫോർമുലയൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല എഴുതുക. പിന്നെ എന്ത് നമ്മൾ എല്ലാ ഞായറാഴ്ച ഒന്ന് റിവൈസ് ചെയ്യാം. പിന്നെ പ്രയോറിറ്റൈസ് ഹൈ പ്രാക്ടീസ് ഏരിയാസ്. ഇപ്പം എല്ലാത്തിനും മൊഡ്യൂളിനും ഈക്വൽ വെയിറ്റേജ് ആണെന്നുണ്ടെങ്കിൽ മെഷീൻസും പവർ സിസ്റ്റം അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതേപോലെ ഫസ്റ്റും സെക്കൻഡും. പിന്നെ നമ്മൾ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ റിവൈസ്, അതായത് കൺസ്ട്രക്ഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടല്ലേ. പിന്നെ റെക്ടിഫയറിന്റെ ഓക്കെ, പിന്നെ സ്റ്റാർട്ടേഴ്സിന്റെ ഒക്കെ ഒന്നും വരുന്നത് വളരെ കുറവാണ്. പിന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, തിയറി മാത്രം പഠിച്ചു പോകരുത്. നമ്മളെ കേരള പി എസ് സിയിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് 10% അല്ലെങ്കിൽ 5% ക്വസ്റ്റ്യൻസ് ട്രിക്കിയാണ്. അപ്പൊ നമുക്ക് MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ലെവലിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തിയറി പഠിച്ച് മാത്രം പോയിട്ട് നിങ്ങൾ അതിന്റെ കൂടെ തന്നെ എന്താ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യണം. പിന്നെ അവിടെ എന്ത് ചെയ്യാം, മോക്ക് എക്സാംസ് നിങ്ങൾ എന്ത് ചെയ്യണം, അതെന്ത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങള് മോക്ക് എക്സാം, ഏറ്റവും ആദ്യത്തെ മോക്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ചിലപ്പം 140, 150, അല്ലെങ്കിൽ 160, 170 ഒക്കെ ആയിരിക്കും. പിന്നെ പിന്നെ ആയിരിക്കും ചിലപ്പോൾ അത് എന്താ പറയുക 80-ലും 85-ലേക്കൊക്കെ എത്തുന്നുണ്ടാവുക. നിങ്ങൾക്കറിയാം ഇപ്പം കേരള ബേസ് എക്സാം കട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞ 80-85 റേഞ്ചിലൊക്കെയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ അത്ര വരുമെന്നില്ലായിരുന്നു നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചാൽ അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട് അല്ലെ. അപ്പോ അത്ര വരാൻ സാധ്യതയുണ്ടോന്നില്ല നമുക്കിപ്പം പറയാൻ വേണ്ടി പറ്റില്ല. ഇനിവേ അത് നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഔട്ട് ഓഫ് 100 തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവിടെ നോക്കാം. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം മോക്ക് എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ PDF ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.